ഹായ് മക്കളെ, ഇന്ന് നമുക്ക് സമ്മാനപ്പെട്ടി എന്ന കഥ കേൾക്കാം. ഒരിടത്തൊരിടത്ത് സൂര്യവർമ്മൻ എന്നു പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം കടൽ തീരത്തുള്ള സ്ഫടിക കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചന്ദ്രമതി എന്നു പേരുള്ള സുന്ദരിയായ ഒരു പുത്രി ഉണ്ടായിരുന്നു. ചന്ദ്രമതി അങ്ങകലെയുള്ള മഗധപുരിയിലെ അലൻ രാജകുമാരനുമായി ഇഷ്ടത്തിലായി. സുന്ദരനും സുശീലനും ബുദ്ധിമാനുമായിരുന്നു അലൻ. വിവരങ്ങൾ അറിഞ്ഞ സൂര്യവർമ്മ രാജാവ് കുമാരനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. അലനെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ രാജാവ് തീരുമാനിച്ചു. അദ്ദേഹം മകളോട് പറഞ്ഞു, മോളെ, അലൻ സുമുഖനും സുശീലനും ബുദ്ധിമാനുമാണെന്നറിയാം. എങ്കിലും അയാൾ ഒരു ദയാലുവായിരുന്നാൽ മാത്രമേ നിന്നെ ഞാൻ അയാൾക്ക് നൽകുകയുള്ളൂ. അലൻ സൽസ്വഭാവിയാണെങ്കിൽ കൊട്ടാരത്തിലെ എല്ലാവർക്കും സമ്മാനം കൊണ്ടുവരും. നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ മഗധകുമാരൻ സൂര്യവർമ്മൻ്റെ ക്ഷണം സ്വീകരിച്ച് സ്ഫടിക കൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. സ്വർണവർണ്ണമുള്ള കപ്പലിൽ ഒരു പെട്ടിയിൽ എല്ലാവർക്കും സമ്മാനം കൊണ്ട് അലൻ കടൽ മാർഗം യാത്രയായി. ചന്ദ്രമതിയാകട്ടെ കൊട്ടാരവാതുക്കൽ രാജകുമാരനെയും പ്രതീക്ഷിച്ച് നിൽപ്പായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടലിൽ അങ്ങകലെയായി ഒരു സ്വർണ്ണക്കപ്പൽ ഒഴുകി വരുന്നത് കണ്ടു. കുമാരിക്ക് സന്തോഷം അടക്കാനായില്ല. പക്ഷേ പെട്ടെന്ന് കടലിൻ്റെ മുഖം മാറി. ശാന്തമായിരുന്ന കടലിൽ വലിയ ഓളങ്ങൾ തിരതല്ലി. കാറ്റ് ആഞ്ഞു വീശി. കടൽ ഇളകി മറിയാൻ തുടങ്ങി. കപ്പൽ ഒഴുക്കിൽപ്പെട്ട് ദിശയറിയാതെ ഉഴറി. ഇതറിഞ്ഞ കുമാരി കടലിൽ ഏത് കാലാവസ്ഥയിലും സഞ്ചരിക്കാവുന്ന തൻ്റെ കക്കത്തോടു കൊണ്ടുള്ള കപ്പൽ കടലിൽ ഇറക്കി. 2 അരയന്നങ്ങൾ വലിക്കുന്ന ആ കപ്പലിൽ 2 സുഹൃത്തുക്കളെ അലൻകുമാരനെ രക്ഷിക്കാനായി അയച്ചു. നടുക്കടലിൽ ദിശയറിയാതെ അലയുന്ന കുമാരനോട് അവർ പറഞ്ഞു, കുമാരാ, അങ്ങ് ഞങ്ങളോടൊപ്പം വരൂ. ഞങ്ങൾ അങ്ങയെ കരയിലെത്തിക്കാം. കുമാരൻ തൻ്റെ സമ്മാനപ്പെട്ടിയുമായി കപ്പലിൽ കയറി. വഴിമധ്യേ കുമാരിയുടെ സുഹൃത്തുക്കൾക്ക് ആ സമ്മാനപ്പെട്ടി തുറന്നു കാണാൻ ആഗ്രഹം തോന്നി. അവർ കുമാരൻ്റെ കയ്യിൽ നിന്നും പെട്ടി വാങ്ങി തുറക്കുന്നതിനിടയിൽ എങ്ങനെയോ പെട്ടി വെള്ളത്തിലേക്ക് വീണുപോയി. അടിത്തട്ടിലേക്ക് വീണുപോയ പെട്ടി ഉപേക്ഷിച്ച് കുമാരൻ സ്ഫടിക കൊട്ടാരത്തിലെത്തി. പക്ഷേ സമ്മാനമില്ലാതെ വന്ന കുമാരന് സൂര്യവർമ്മൻ തൻ്റെ മകളെ നൽകിയില്ല. ഇതറിഞ്ഞ സുഹൃത്തുക്കൾ സങ്കടത്തോടെ കടൽക്കരയിലെത്തി. കടലിനടിയിൽ വസിക്കുന്ന പവിഴകുമാരിയെ പ്രാർത്ഥിച്ചു. ഉടനെ അടിത്തട്ടിൽ നിന്ന് പവിഴകുമാരി അവരുടെ അടുത്തെത്തി. അവർ പറഞ്ഞു, കുമാരി, ഞങ്ങളുടെ സമ്മാനപ്പെട്ടി കടലിൽ വീണുപോയി. നീ അത് ഞങ്ങൾക്കെടുത്തു തരണം. ഇല്ലെങ്കിൽ അലൻകുമാരന് ചന്ദ്രമതി കുമാരിയെ ലഭിക്കില്ല. പവിഴകുമാരി പറഞ്ഞു, ശരി, ഞാൻ പെട്ടി തരാം. പക്ഷേ പകരം എനിക്കെന്ത് തരും? സുഹൃത്തുക്കൾ തലപുകഞ്ഞ് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും വൈകുന്നേരം ഈ പാറപ്പുറത്ത് വന്നാൽ ഞങ്ങൾ നല്ല ചോക്ലേറ്റ് മിഠായി നൽകാം. കടലിനടിയിൽ ധാരാളം പണവും പവിഴവും മുത്തുമൊക്കെ ഉണ്ട്. പക്ഷേ മിഠായി ഇല്ല. ചോക്ലേറ്റ് മിഠായി എന്നു കേട്ടപ്പോൾ കുമാരിയുടെ വായിൽ വെള്ളമൂറി. അവൾ ഉടൻ തന്നെ സമ്മാനപ്പെട്ടി നൽകി. പെട്ടി തിരിച്ചു കിട്ടിയ കുമാരൻ എല്ലാവർക്കും സമ്മാനം നൽകി. അങ്ങനെ സൂര്യവർമ്മ രാജാവ് ചന്ദ്രമതി കുമാരിയെ അലൻകുമാരന് വിവാഹം ചെയ്തു കൊടുത്തു. പവിഴകുമാരിയാകട്ടെ എല്ലാ വൈകുന്നേരങ്ങളിലും പാറപ്പുറത്ത് ചോക്ലേറ്റ് മിഠായിയും നുണഞ്ഞിരിപ്പായി.